ഇപ്പോൾ സ്കൂളിൽ നിന്നും രാഹുൽ KV കൂടി വിവരങ്ങളുമായി ചേരുകയാണ്. രാഹുൽ, നമ്മൾ നേരത്തെ കാണുന്ന പോലെയല്ല, സമയം വൈകുന്നതോറും അങ്ങോട്ടേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. കുറേ ആളുകൾ ആശുപത്രിയിലേക്ക് തിരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ഈ നാടിനെ സംബന്ധിച്ച് ഉൾക്കൊള്ളാനോ താങ്ങാനോ കഴിയുന്നതിലും അപ്പുറമുള്ളൊരു ദുരന്തമാണ് സംഭവിച്ചിട്ടുള്ളത്. ഇവിടെയുള്ള ഈ നാട്ടിലെ പ്രിയപ്പെട്ട കുരുന്നുകളെ പഠിപ്പിക്കുന്ന അധ്യാപകരാണ് വിധത്തിൽ അപകടത്തിൽ മരണപ്പെട്ടിട്ടുള്ളത്. ഏതായാലും അവിടെ പൊള്ളാച്ചിയിലുള്ള നടപടിക്രമങ്ങൾ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ വേഗത്തിലാക്കുക, അത് ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി മലപ്പുറത്ത് നിന്നും ഒരു സംഘം പുറപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പെരിന്തൽമണ്ണ സബ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം, അതുപോലെ മെഡിക്കൽ ടീം, പോലീസ് അടങ്ങുന്ന സംഘമാണ് പൊള്ളാച്ചിയിലേക്ക് പോയിട്ടുള്ളത്. അവിടെയുള്ള നടപടിക്രമങ്ങൾ കഴിവതും വേഗത്തിൽ പൂർത്തിയാക്കി നാട്ടിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. അതിപ്പോൾ ഇവിടെ പരമാവധി ഒരുപാട് ആളുകൾ ഇതിനകം തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സ്കൂളിൽ പഠിച്ച ആളുകളും നാട്ടുകാരും ഒക്കെ തന്നെ സ്ഥലത്ത് ഒത്തുചേർന്നിരിക്കുകയാണ്. അവരെയൊക്കെ സംബന്ധിച്ച് അത്രയും അത്യന്തം ദുഃഖകരമായൊരു കാര്യമാണ്. ഇവിടെ ഈ സ്കൂളിൽ തന്നെ മുൻപ് പഠിപ്പിച്ച പൂർവ്വ അധ്യാപകരൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. അവർ ഓരോരോ കാര്യങ്ങളും ഇവിടെ നിന്ന് പൊള്ളാച്ചിയിലേക്ക് വിളിച്ചും കോയമ്പത്തൂരിലേക്ക് വിളിച്ചുമൊക്കെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വരികയാണ്. ഈ നമ്മൾ സ്കൂളിലേക്ക് കയറുന്ന ഈ റോഡിൽ നിന്ന് സ്കൂളിലേക്ക് പോകുന്ന ആ ഒരു കവലയിലാണ്. അത്ര സൗകര്യങ്ങളൊന്നുമുള്ള സ്കൂളല്ല. എല്ലാവരും ഒരുമിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാലും പൊതുദർശനം ഒരുമിച്ച് നടത്താൻ കഴിയുന്ന ഒരു സ്കൂൾ അത്രയും സൗകര്യമുള്ള ഒരു സ്ഥലമൊന്നുമല്ല. അതുകൊണ്ട് തൊട്ട് സമീപത്ത് തന്നെയായി കൂടുതൽ സൗകര്യമുള്ള സ്ഥലത്ത് പൊതുദർശനം നടത്താൻ കഴിയുമോ എന്നുള്ള ആലോചനയാണ് നിലവിൽ നടത്തി വരുന്നത്. ഇതിലിപ്പോൾ ജില്ലാ ഭരണകൂടത്തിൻ്റെയും അതുപോലെ മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുടെയും ഒക്കെ തന്നെ അനുമതിയൊക്കെ തന്നെ ആവശ്യമാണ്. അത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ കൂടി നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഏകോപിപ്പിച്ച് കാര്യങ്ങളൊക്കെ നടത്തി വരികയും ചെയ്യുന്നുണ്ട്. നമുക്ക് കൂടുതൽ ആളുകളോട് സംസാരിക്കാൻ കഴിയുമോ എന്നുള്ളൊരു നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഏതായാലും മാഷ് സ്കൂളിൽ പഠിപ്പിച്ചാണോ? ഇവിടെ പഠിപ്പിച്ചാണോ? ഞാനോ? അതെ, ഞാൻ ഈ സ്കൂളിലെ ജോലിയായിരുന്നു പഴയ കാലത്ത്. കുറേയായി വിരമിച്ചിട്ട്? എങ്ങനെ വിരമിച്ചിട്ട് കുറേ? ഞാൻ അവിടുന്ന് 82 പോയി അപ്പുറത്തെ ഗവൺമെൻറ് UP സ്കൂളിലായിരുന്നു. അവിടുന്നാണ് 2004 പിരിഞ്ഞത്. പഠിപ്പിച്ചൊരു സ്കൂളിൽ ഇങ്ങനെ ദുരന്തം വരുമ്പോൾ ഉൾക്കൊള്ളാൻ പറ്റുന്നതാണോ? കഴിഞ്ഞ ദിവസം വാർഷികം ഉണ്ടായിരുന്നു, അതിനും ഇവരൊക്കെ സജീവമായിട്ടുണ്ടായിരുന്നു. അവിടെ ആശാ ടീച്ചർ, അവിടുത്തെ HM ഒക്കെ സജീവമായിട്ടുണ്ടായിരുന്നു. എല്ലാവരും നേരിട്ട് അറിയുന്നതാണല്ലേ? പരമാവധി അറിയുന്നവരാണ്. റംല സ്റ്റുഡൻറ്റുമാണ്, മരിച്ച റംല സ്റ്റുഡൻറ്റോ. ഇവരൊക്കെ അറിയുന്നതാണോ? ഇവരൊക്കെ എല്ലാവരും അറിയുന്നതാണ്. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സ്കൂളാണ്. പിന്നെ ഇതിപ്പോൾ ഈ ആശാ എന്ന് പറഞ്ഞ ടീച്ചർ വന്നതിന് ശേഷമാണ് സ്കൂളൊക്കെ കുറച്ചും കൂടി ഒന്ന് ഡെവലപ്പായത്. കുട്ടികളൊക്കെ ഏകോപിപ്പിച്ച് എല്ലാ കുട്ടികളെയും സ്കൂളിൽ ചേർക്കാനുള്ള ഒരു സംവിധാനമൊക്കെ ചെയ്ത് ഇവിടെ വന്നത്. അപ്പോൾ ഇങ്ങനെ ഡെവലപ്പായി വരുമായിരുന്നു. ഭയങ്കര സങ്കടമായിട്ടുള്ളൊരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മിക്കമാരായ കുട്ടികളാണ് നല്ല സ്കൂളിൻ്റെ ഗേറ്റിൽ ഫ്ലെക്സ് ബോർഡും ഒക്കെ ഉന്നത വിജയം നേടിയതിൻ്റെ കുട്ടികളാണ് സ്കൂളിലധികം. നാട്ടുകാർക്ക് താങ്ങാൻ പറ്റാവുന്ന ഒരു അപകടമല്ല. അത് നമ്മൾ ചിന്തിക്കാത്ത ഒരു അപകടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ദുരന്തം തന്നെ പറയാം. ഇങ്ങനത്തെ ദുരന്തം നാട്ടിലുണ്ടായിട്ടില്ല, ആദ്യമായിട്ടാണ്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങൾ എന്തെങ്കിലും തീരുമാനമായിട്ടുണ്ടോ? അമ്പലപ്പുറം ഹൈസ്കൂളിലാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ ഇപ്പോൾ ട്രാഫിക് സൗകര്യമൊക്കെ ഉള്ളൂ, സൗകര്യങ്ങൾ അവിടെയുള്ളൂ. അപ്പോൾ ഹൈസ്കൂളിൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ പഞ്ചായത്ത് മെമ്പർ ഹരിദാസന്റെ നേതൃത്വത്തിൽ പറ്റിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഹൈസ്കൂളിൽ വെക്കാൻ. അതിനുശേഷം വീടുകൾ കൊണ്ടുപോയിട്ട് സംസ്കരിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യും. ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് നാട്ടിലേക്ക്. ആളുകളിപ്പോൾ വണ്ടാനം ആളുകൾ വന്നുകൊണ്ടിരിക്കണല്ലോ. ഉത്തരവാദിത്തപ്പെട്ട MLA അവരൊക്കെ ഇതിന് പഞ്ചായത്ത് ബോർഡ് ഉത്തരവാദിത്ത വില്ലേജിൽ നിന്ന് ഡെപ്യൂട്ടി കളക്ടർ ഒക്കെ ഉത്തരവാദിത്തപ്പെട്ട പലരും ഇവിടെ വന്നിട്ടുണ്ട്. ജനങ്ങൾ കണ്ടമാനം വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്തും ആളുകൾ നിലച്ചിട്ടില്ല. സ്കൂളിൽ നിന്ന് പറഞ്ഞാൽ ഇവിടുന്ന് എത്ര ദൂരമുണ്ട്? പക്ഷേ ഇവിടുന്ന് 1.5 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ സെൻ്ററാണ്. നമ്മളോട് സംസാരിച്ച മാഷ അവിടുന്ന് നേരത്തെ പഠിപ്പിച്ച ആൾ കൂടിയാണ്. അപ്പം മരണപ്പെട്ട ഒരു അധ്യാപികയെ പഠിപ്പിച്ച മാഷ കൂടിയാണ്. അപ്പോൾ നമ്മുടെ നാടിനെ സംബന്ധിച്ച് വലിയൊരു അപകടമായിപ്പോയി, ദുരന്തമായിപ്പോയി. കുറച്ച് അപ്പുറത്തു നിന്നാണ് വന്നിട്ടുള്ളത്. ഈ മരണവാർത്ത വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒന്നായിരുന്നു. ഞാനൊരു അധ്യാപകൻ കൂടിയാണ്. അപ്പോൾ അധ്യാപകനാണ്. അതെ. അപ്പോൾ തീർച്ചയായിട്ടും അധ്യാപക സമൂഹത്തിന് ഇങ്ങനൊരു ദാരുണാന്ത്യം ഉണ്ടായപ്പോൾ ഇവിടെ സ്ഥലത്തെത്തിയതാണ്. പരിചയക്കാരാണോ? അറിയുന്ന 1-2 പേരെ അറിയാം. വലിയ ഷോക്കിംഗ് ആയില്ല? വലിയ ഷോക്കിംഗ് ആയി. ഒരുമിച്ചുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടോ മുൻപ്? ഇല്ല, ഞാൻ ഹൈസ്കൂളിലാണ്, ഇരുമ്പളിയം MESലെ അധ്യാപകനാണ്. പക്ഷെ അതിൽ 1-2 പേരെ എനിക്കറിയാം. ഉടനെ ഇങ്ങോട്ട് വന്നാൽ? അതെ, തീർച്ചയായിട്ടും.
അതിൽ ഈ പക്ഷേ നമ്മൾ പറഞ്ഞത് പൊതുദർശനത്തിൻ്റെ കാര്യമാണ്. സ്കൂളിൽ സൗകര്യമില്ലാന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഏതായാലും പാങ്ങ് ഹൈസ്കൂളിൽ പൊതുദർശനമാണ് നിലവിൽ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഇവിടെ ഉള്ളവരാണോ? അതെ 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 സ്കൂളിൽ പഠിച്ചു? സ്കൂളിൽ പഠിച്ചാൽ ഇന്നിപ്പോൾ പുതിയ ആൾക്കാരില്ല. അപ്പോൾ മാഷന്മാരെയൊക്കെ അറിയുന്നവരാണ്? അറിയാം, നമ്മളെ അയൽവാസികൾ തന്നെയാണ്. ആ അതെ. സ്കൂളിൽ പഠിച്ചതാ? പഠിച്ചിട്ടുണ്ട്. പൂർവ്വ വിദ്യാർത്ഥിയാണ്. മരിച്ചിട്ടുള്ളത് എന്തോ ഒരു അയൽവാസികൾ മരിച്ചിട്ടുള്ളത്. ആരാ? ടീച്ചർ, നമ്മളെ ടീച്ചറാണ്. പിന്നെ എൻ്റെ സ്നേഹത്തിൻ്റെ പങ്കളാണ്. ഭക്ഷണം വെക്കുന്ന മരിച്ച സാധ്യതയുണ്ട്. താങ്ങാൻ പറ്റുന്നതല്ല. പിന്നെയാണ് പക്ഷേ എല്ലാവരും ഈ സ്കൂളിൽ പഠിച്ചവർ, ഈ അധ്യാപകരുമായി നേരിട്ട് പരിചയമുള്ള ആളുകൾ, അയൽവാസികളൊക്കെ തന്നെയാണ് ഇവിടെ ഇങ്ങനെ ഈ തടിച്ചു കൂടിയിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ പൊതുദർശനത്തിൻ്റെ കാര്യമാണ്. സ്കൂളിൽ പൊതുദർശനം നടത്തുന്നതിന് ഇത്രയേറെ ഒരുമിച്ച് കൊണ്ടുവന്ന് പൊതുദർശനം നടത്തുന്നതിന് അത്രയധികം ആളുകൾ വരുന്നതിനുള്ള സൗകര്യമില്ല. അതുകൊണ്ട് പാങ്ങ് ഹൈസ്കൂളിലാണ് നിലവിൽ പൊതുദർശനം നടക്കാനുള്ളൊരു തീരുമാനമായിട്ടുള്ളത്. ഒപ്പം തന്നെ ഞാൻ പറഞ്ഞ പോലെ പൊള്ളാച്ചിയിലെ നടപടിക്രമങ്ങൾ ഒക്കെ തന്നെ പൂർത്തീകരിക്കുന്നതിന്, കോയമ്പത്തൂരിലെ അടക്കം ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മലപ്പുറം ജില്ലയിൽ നിന്ന് പെരിന്തൽമണ്ണ സബ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം അങ്ങോട്ടേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്.